വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി വെറുതെ ഒന്ന് ബീച്ച് വരെ പോയിട്ട് വരാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പയ്യാമ്പലം ബീച്ചിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ കർണാടകക്കാർക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. വന്നവനും നിന്നവനും പോയവനും ഒക്കെ കർണാടകക്കാരായിരുന്നു. പിന്നെ നല്ല ചൂടായതിനെ കൊണ്ട് ഈ ഒരു ഗ്രീൻ ആപ്പിൾ വാങ്ങിച്ചു. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ വെയിലങ്ങ് പോയി. അതുകൊണ്ട് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാന്ന് വെച്ചു. അപ്പാണെങ്കിൽ അവിടെ ഒരു ചേട്ടൻ സുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ അവിടുന്ന് നമ്മളിതാ നല്ല മൊരിഞ്ഞ മുളക് ബജ്ജി മേടിച്ചു. എനിക്ക് മുളക് ബജ്ജിയോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ എൻ്റെ കൂടെ വന്നയാൾക്ക് മുളക് ബജ്ജി എന്ന് വെച്ചാൽ ജീവന. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനം ഇതാട്ടോ. നമ്മൾ പിന്നെ സ്വന്തമായിട്ട് ട്രൈപോഡൊക്കെ എടുത്തിട്ട് പോയതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തരാൻ വേണ്ടി വേറൊരാളുടെ ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് കോമിക്കുകളൊക്കെ കാണിക്കുന്നതിനിടക്കാണ് എൻ്റെ ചെരുപ്പ് കടലിൽ കൊണ്ടുപോയത്. അതാണ് നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. പിന്നെ ഈ കാണുന്നുണ്ടല്ലോ, അതൊരു പ്രതികാരാട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഓരോന്ന് എഴുതും, ഇതുപോലെ തിര വന്നതങ്ങ് മായ്ക്കും, വീണ്ടും എഴുതും, വീണ്ടും മായ്ക്കും. പക്ഷേ ഇതിലൊന്നും നമ്മൾ തളരില്ല ഗൈസ്, നമ്മൾ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം കടൽ മൊത്തത്തിൽ മായ്ച്ച് കൊണ്ടുപോകുന്നതിലിടക്ക് രണ്ടുപേരുടെയും പേരും എഴുതി അതിൻ്റെ ചുറ്റിലൊരു ലവും കൂടെ വരച്ചു വെച്ചു. കടലിന് പിന്നെ നമ്മളെക്കാളും വാശിയായതുകൊണ്ട് എഴുതി തീരേണ്ട താമസം വീണ്ടും വായിച്ചു. എൻ്റെ പേര് ആദ്യം എഴുതിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ അറ്റം വരെ വന്നെങ്കിലും പിന്നെ അത്ര പെട്ടെന്നൊന്നും അത് മായ്ച്ചു കൊണ്ടുപോയില്ല. അവസാനം എഴുതിയത് അത്ര പെട്ടെന്നൊന്നും മായ്ച്ചില്ല കേട്ടോ, കുറച്ച് നേരം ഉണ്ടായിരുന്നു, പിന്നെ അത് മായ്ച്ചു കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ഈ ഒരു ചോളവും കൂടെ വാങ്ങി കഴിച്ചു. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. പക്ഷേ ഇന്ന് വരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇത്തുവിനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇപ്പം ഛർദ്ദിക്കുന്നതായപ്പോൾ പിന്നെ ഞാൻ തന്നെ മുഴുവൻ കഴിച്ച് തീർന്നിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇവിടുന്ന് 2 കോക്ടെയിലും കൂടി കുടിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പം അത്രയേ ഉള്ളൂ, ടാറ്റാ.